ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോയാലോ? ചിക്കൻ ഞാനൊരു 3/4 കിലോയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വയ്ക്കാം. മിനിമം കുറഞ്ഞത് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് സവാള. ഞാനിപ്പം ഇവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൊച്ചുള്ളി ഒരു 15-20 കൊച്ചുള്ളി എടുക്കാം. ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഈ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. ഒരു കുക്കറിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 5 സ്പൂണോളം വെളിച്ചെണ്ണ. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയും ഒക്കെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചല്ലോ, അത് ഇതിനകത്തേക്ക് ചേർക്കാം. നമുക്കിതൊരു 10 മിനിറ്റെങ്കിലും വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഈ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് വഴറ്റി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കൊരു വലിയ ടൊമാറ്റോ ചേർക്കാം. അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, ചിക്കൻ മസാല 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. വെള്ളം കൂടരുത്, കാരണം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമല്ലോ കുക്കറിനകത്തേക്ക്. അതുകൊണ്ട് നമുക്കൊരു 2 സ്പൂൺ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കൊള്ളണം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 വിസിലടിപ്പിക്കാം. ആവി മുഴുവൻ പോയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനി ഉള്ള വെള്ളം നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് കുറച്ചൊരു മേക്കപ്പും കൂടെ ചെയ്യാനുണ്ട്. ഈ ടേസ്റ്റൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ. ഇതധികം വെള്ളമൊന്നുമില്ല, ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാനൊരു 2 സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ വെള്ളം ചേർത്താൽ മതി. ഒരു 3-4 സ്പൂൺ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് കിട്ടും. ഞാൻ അധികം ഗ്രേവി അല്ല ഉദ്ദേശിച്ചത്, ഒരു സെമി ഗ്രേവിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കൂടുതൽ വേണം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർക്കാം. വറ്റൽ മുളക് ഒരു 2 കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി തന്നെയാണ്. മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഫുള്ളായിട്ടിടണം. ഗരം മസാല 3/4 സ്പൂൺ. ഇതെല്ലാം ചേർത്ത് ഒന്ന് താളിച്ചതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർക്കേണ്ടത്.
താളിച്ചൊഴിച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ രണ്ടാമത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനാണ് ഈ താളിപ്പ് ചേർത്തത്. കാരണം നമ്മൾ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പ്രഷർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഈ മല്ലിപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് കുറയും. അപ്പോൾ അതൊന്ന് ഇതിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു താളിപ്പും കൂടെ കൊടുത്തത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.